ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗോകുലും അതുപോലെ തന്നെ കൺമണിയും കൂടി സംസാരിക്കുന്നുണ്ട്. അപ്പയ്ക്ക് എപ്പോഴും ചേരുന്നത് ക്രിസ്താർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സാറിന് തന്നെ അപ്പം കല്യാണം കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ കാണിക്കുന്നത് നമ്മുടെ ക്രഷിനെയും അതുപോലെ തന്നെ ആ ഒരു ഫ്രണ്ടിനെയും കൂടിയാണ്. അതിനുശേഷം തന്നെ ബലരാമനെ കുറിച്ചുള്ള കാര്യങ്ങൾ തിരക്കി വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അറിഞ്ഞപ്പോൾ തന്നെ ബലരാമൻ്റെ വീടും കാര്യങ്ങളും ഒരു അച്ഛനും അമ്മയും ഉണ്ട്, പക്ഷെ അവരൊന്നും പുറത്തിറങ്ങി കണ്ടിട്ടില്ല. മാത്രമല്ല പിന്നെ ഒരു ഫ്രണ്ടുണ്ട് എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ബലരാമനാണെങ്കിൽ ഇപ്പോഴവർ നാട്ടിലേക്ക് വന്നിട്ടേ ഉള്ളൂ, പക്ഷേ എന്ത് ദുരൂഹതകൾ അവരുടെ ജീവിതത്തിലുണ്ടെന്ന രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് സത്യമാണ്, ഞാൻ അവനെ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷേ അച്ഛനും അമ്മയ്ക്കാണെങ്കിലോ അവൻ എന്ന് വെച്ചാൽ ദൈവത്തിന് സമാനമാണ്. ഒരു അവതാര പുരുഷനായിട്ട് തന്നെയാണ് അവനെ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ മൂത്ത മകനായിട്ട് തന്നെ അവനെ സ്വീകരിച്ചിരിക്കുകയാണ്. പക്ഷേ എൻ്റെ മുന്നിൽ അവർ ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നൊക്കെ കൃഷി പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? എന്തായാലും കൂടുതൽ വിവരങ്ങൾ അറിയുകയാണെങ്കിൽ ഞാൻ എന്തായാലും നിന്നെ അറിയിക്കേണ്ടത്. എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ബലരാമൻ്റെ ഇപ്പോൾ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ പിന്നെ നമ്മൾ പോലീസുകാരൊക്കെ വന്നിട്ട് അന്ന് അവരുടെ ഭാഗത്താണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം ഞാനും കൺമണി ഇവിടെ ഉള്ള സമയത്ത് തന്നെ അവർ വന്നപ്പോൾ കൺമണിയെക്കുറിച്ചാണ് അന്വേഷിച്ചത്. പിന്നെ അവൻ്റെ ഒരു സുഹൃത്താണ് ക്ലീറ്റസ്. അവരാണെങ്കിലോ കിളിയൻ എന്നൊക്കെയാണ് പറയുന്നത്. അവരാണ് എപ്പോഴും അവൻ്റെ കൂടെ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കൺമണി ഞാനുള്ള സമയത്ത് തന്നെ പോലീസുകാർ വന്നപ്പോൾ അയാൾക്ക് ഭയങ്കര സംശയം, കൺമണിയും ഞാനും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. കൺമണി നീ ഒറ്റയ്ക്കുണ്ടായിരുന്നല്ലേ അപ്പോൾ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. ഒന്ന് പോടാ, അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തായാലും. കുഴപ്പമില്ല, നിനക്ക് കൺമണിയെ മിസ് ചെയ്യുന്നുണ്ടടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ കൃഷ്ണനോട്. തീർച്ചയായും. എന്നാൽ പിന്നെ ഇതെന്താ, എന്നാൽ നിനക്ക് അവളെ വിവാഹം കഴിച്ചൂടെ? എടാ നിർത്തടാ, വേറൊന്നുമല്ല, അവൾ വിവാഹം ഉറപ്പിച്ച പെൺകുട്ടിയാണ്, അവളെക്കുറിച്ചൊന്നും അങ്ങനെയൊന്നും നീ പറയണ്ട എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലോ എന്തായാലും. എന്താ ശരി, എന്നാൽ ഞാൻ കൂടുതൽ വിവരം അറിയുകയാണെങ്കിൽ നിന്നെ അറിയിക്കാം എന്ന് പറഞ്ഞ് ഫ്രണ്ട് അങ്ങോട്ട് തിരിച്ചു പോകുന്നു. അതിനുശേഷം തന്നെ കൃഷിനെ വിളിച്ചുകൊണ്ടിരിക്കട്ടോ കൺമണി. കാരണം കൺമണിക്ക് എപ്പോഴും കൃഷിനെ കുറിച്ച് ഭയങ്കര ടെൻഷനാണ്, അതുകൊണ്ട് തന്നെ വിളിച്ചത്. സാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ സാർ എന്ന രീതിയിലൊക്കെ കൺമണി ചോദിക്കുന്നുണ്ട്. എനിക്ക് എന്ത് കുഴപ്പമാണ് കൺമണീൻ്റെ ടെൻഷൻ ഇതുവരെ മാറിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ല, ഞാനിപ്പോൾ ഇങ്ങനെ നിന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി എന്ന് പറയുന്നുണ്ട്. എനിക്ക് തന്നെ കൺമണി ഇല്ലാത്തതുകൊണ്ട് നല്ല സങ്കടമുണ്ട്. മാത്രമല്ല കൺമണിയോട് ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ സർ എന്ന് ചോദിക്കുമ്പോഴത്തേനും കൺമണി എന്നെ മിസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഉണ്ടെന്ന് പറയുകയാണ്. കൺമണി തിരിച്ചും ചോദിക്കുമ്പോഴത്തേനും അങ്ങനെയുണ്ടെന്ന് പറയാട്ടെ. പരസ്പരം അവരുടെ ഉള്ളിലൊരു സ്നേഹമൊക്കെ ഉണ്ട്. അതിനുശേഷം തന്നെ കൺമണി പറയുന്നുണ്ട്, സർ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ സൂക്ഷിച്ചോളാം കൺമണി ടെൻഷൻ അടിക്കണ്ട. പിന്നെ പേടി മാറാനായിട്ട് ഞാൻ കയ്യിലിട്ട് തന്നിട്ടുണ്ടായിരുന്ന ആനവാൽ മോതിരം ഇല്ലേ കയ്യിൽ, പിന്നെ എന്താ ടെൻഷൻ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ട് സർ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ സർ മാനസമ്മേടം പോയോ? എൻ്റെ കൺമണി, ഞാൻ നല്ല സന്തോഷത്തിലിരിക്കുമ്പോൾ എന്തിനാ കൺമണി വേറെ അവളുടെ കുറിച്ചൊക്കെ വലിച്ചിടുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ നമുക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട, എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ പിന്നെ കൺമണി ഉണ്ടാക്കിയ ഫുഡും കാര്യങ്ങളെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ട്, ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തായാലും കൺമണി ശരിയെന്നാൽ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. കൺമണി മനസ്സുകൊണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മാനസ മേഡത്തിനും കൃഷ്ണാറിനും ഇഷ്ടമല്ല, കൃഷ്ണാറിനാണെങ്കിലോ മാനസമേടത്തിന് ഇഷ്ടമല്ല. രണ്ട് പേരും ഇഷ്ടമില്ലാത്ത തമ്മിൽ എന്തിനാണ് യോജിപ്പിച്ചത്? എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് അറിയില്ല. കൃഷ്ണാറിനെ ദൈവമേ രക്ഷിക്കണേ എന്ന രീതിയിലൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ ബലരാമനെ കാണിക്കുന്നുണ്ട്. അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയാണ്. അപ്പോഴത്തേനും കൃഷ്ണാണെങ്കിൽ കൃപയുടെ ഒരു റിപ്പോർട്ടൊക്കെ ഡോക്ടറെ കാണിക്കാനായിട്ട് പോകുന്നു. പെട്ടെന്ന് തന്നെ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുന്നു. ഞാൻ റാമാണെന്ന് പറയുന്നു. അന്ന് എയർപോർട്ടിൽ വെച്ച് അന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ലേ, അന്ന് ഇടപെട്ടത് ഞാനല്ലേ, എന്നെ മറന്നു ചോദിക്കുന്നു. ഞാൻ പെട്ടെന്ന് ഓർത്തില്ല, എനിക്ക് അവിടെ കണ്ട പരിചയമുണ്ട്. ഇവിടെ എന്താ, ഞാൻ എൻ്റെ അച്ഛനെ കാണിക്കാനായിട്ട് വന്നതാണ്. കൃഷ് എന്താ ഇവിടെ ചോദിക്കുമ്പോൾ എൻ്റെ അനിയത്തി ഇവിടെ ആക്സിഡൻറ്റിലാണ്, എന്തോ ഒരു ദുരൂഹതയുണ്ട് ആ ആക്സിഡൻറ്റ് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അനിയത്തിക്ക് എത്രയും പെട്ടെന്ന് റെഡി ആവട്ടെ. അച്ഛനെ പരിചയപ്പെടുത്താനായിട്ട് പോകുമ്പോൾ അച്ഛനെ എഴുന്നേൽക്കാനോ നടക്കാനോ ഒന്നും സംസാരിക്കാനോ ഒന്നും സാധിക്കില്ല എന്ന് പറയുന്നു. എത്രയായി ഇങ്ങനെയായിട്ടെന്ന് ചോദിക്കുമ്പോൾ കുറച്ച് കാലമായി കൃഷി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തായാലും കൃഷിൻ്റെ വിസിറ്റിംഗ് കാർഡൊക്കെ കൊടുക്കുന്നുണ്ട്. എന്താവശ്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട്
കറക്റ്റ് ചെയ്യണം എന്ന രീതിയിൽ കൃഷി ബലരാമനോട് പറഞ്ഞു കൊടുത്തിട്ട് പോകുന്നു. അതിനുശേഷം ശരി എന്ന് പറഞ്ഞിട്ട് വിടുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഗൂഗിളിനെയും കൺമണിയെയും നമ്മുടെ വരുണിനെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. ആ സമയത്താണ് കൃഷി അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ കൃഷി സാർ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, നിങ്ങളെന്താ ഇവിടെ? വരുൺ ചേട്ടൻ ഇവിടെ ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുവാണ്, നല്ല ഗുണ്ടകളൊക്കെ ചേർന്ന് തല്ലി ചതച്ച് സമാധാനമാക്കിയിട്ട് ഇവിടെ കിടത്തിയിരിക്കുകയാണെന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ഓ, എന്തു പറ്റി? എത്രയും പെട്ടെന്ന് തന്നെ വരുണിൻ്റെ ആ അസുഖങ്ങളൊക്കെ മാറട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. സാർ എന്താ ഇവിടെ എന്ന് കൺമണി ചോദിക്കുമ്പോൾ കൃപയുടെ റിപ്പോർട്ടല്ല, ഇവിടേക്ക് ഒന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ വന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുന്നു. ഓ, അത് ശരി, എന്തായാലും അങ്ങനെ ആവട്ടെ എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ വീണ്ടും കാണിക്കുന്നത് വരുണിനെയും അതുപോലെ ഗോകുലിനെയും കൺമണിയാണ്. ഗോകുലാണെങ്കിൽ വരുൺ ചേട്ടാ ഇങ്ങനെയൊക്കെ പറ്റിയത് ഗുണ്ടകൾ ചേർന്ന് ഏട്ടനെ ഒരുപാട് ഉപദ്രവിച്ചല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കൺമണിയാണ് ഇത് ചെയ്തതെന്ന് ഗോകുലിന് നന്നായിട്ട് അറിയാം, അതുപോലെ വരുണിനെ അറിയാം. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റാണ്ടിരിക്കുകയാണ്. വരുൺ ചേട്ടൻ നല്ല ഓറഞ്ചും ആപ്പിളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് തന്നെ കഴിക്കണം, പെട്ടെന്ന് തന്നെ സുഖപ്പെട്ടെ കേട്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരാക്കി സംസാരങ്ങളൊക്കെ സംസാരിക്കുമ്പോഴത്തേനും വരുണിന് ദേഷ്യം വരുന്നുണ്ട്. അതിനുശേഷം വീണ്ടും കാണിക്കുന്ന അമ്പലത്തിൽ വെച്ചിട്ട് തന്നെയാണ് കൺമണിയുടെ അച്ഛനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് അവിടേക്കൊരു സ്ത്രീ വരുന്നത്. അന്ന് പുടവ കൊടുത്തത് അവരാണ് കൺമണിക്കും കൃഷ്ണനും വേണ്ടിയിട്ട്. അങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ, മോളെയും ഭർത്താവിനെയും ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു, അവർ നല്ല ചേർച്ചയുണ്ടല്ലോ, നല്ല ദമ്പതികളായിട്ട് തന്നെ ജീവിക്കാനായിട്ട് അവർക്ക് പറ്റട്ടെ, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് പുടവ കൊടുത്തത് അവർക്ക്, നല്ല മനുഷ്യരാണ് അവർ രണ്ടുപേരും എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛനൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം കൃഷ്ണനെ ഒരിക്കലും തന്നെ കൺമണി വിവാഹം കഴിച്ചിട്ടില്ല, വരുണിനെയാണെന്നുള്ളത് ആരോട് തിരുത്തി പറയാനായിട്ട് പറ്റുന്നില്ല. എന്താ അപ്പോൾ ചെയ്യേണ്ടത്? ഒരിക്കലും തന്നെ വരുണ് നല്ലവനല്ല എന്നുള്ളത് അച്ഛൻ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ കൃഷ്ണനെ കിട്ടാനുള്ള യോഗ്യത എൻ്റെ മോൾക്കുണ്ടോ എന്നുള്ള രീതിയിലും അച്ഛൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ വീണ്ടും ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്ന ഗോകുലും അതുപോലെ തന്നെ കൺമണിയാട്ടോ. അപ്പോഴും തന്നെ വരുന്നുണ്ട് കൃഷി പറയുന്നുണ്ട്, നിങ്ങൾ പോയില്ലേ ഇതുവരെ എന്ന് ചോദിക്കുകയാണ്. പോകാൻ വേണ്ടി നിൽക്കുന്നു, ഒരു ഓട്ടോ പിടിക്കാൻ വേണ്ടി നിൽക്കുവാണെന്ന് പറയുകയാണ്. സർ, കൃപയ്ക്കുള്ള മരുന്നെല്ലാം വാങ്ങിച്ചോ എന്നൊക്കെ കൺമണി ചോദിക്കുന്നുണ്ട്. എല്ലാ മരുന്നും വാങ്ങിച്ചു കൺമണി, പിന്നെന്താ വേറെ വിശേഷങ്ങളൊക്കെ എന്താ? ഒന്നുമില്ല സർ, സാറ് എന്തായാലും പോയിട്ട് വാ എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല കൺമണി, നിങ്ങളെന്തായാലും ഓട്ടോ കാത്ത് നിൽക്കല്ലേ, ഞാൻ വേണമെങ്കിൽ നിങ്ങളെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗോകുൽ പറയുന്നുണ്ട്, എന്തായാലും കുറേ കാലമായില്ലേ സാറിൻ്റെ കൂടെ യാത്ര ചെയ്തിട്ട്, എനിക്ക് സാറിൻ്റെ വണ്ടിയിൽ യാത്ര ചെയ്യണം എന്നുള്ളത് ഗോകുലും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനെന്താടാ, ഇന്ന് ഞങ്ങളുടെ കൂടെ തന്നെ നീ പോരെ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കൺമണി എന്തായാലും കൃപയുടെ അസുഖം പെട്ടെന്ന് മാറട്ടെ എന്നുള്ളത് തന്നെയാണ് ഡോക്ടർ പറയുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ അവളുടെ അസുഖം മാറും എന്ന രീതിയിലൊക്കെ കൃഷി പറയുന്നുണ്ട്. പിന്നീട് ഗൂഗിളാണെങ്കിലോ വരുണിനെ കുറിച്ച് തന്നെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. വരുണിന് ഇങ്ങനെ പറ്റാൻ കാരണം എന്താണ് എന്ന രീതിയിൽ കൃഷി ചോദിക്കുന്നുണ്ട്. അതിന് വരുണ് പറയുന്നുണ്ട്, വരുൺ ചേട്ടനെ അപകടപ്പെടുത്തിയിട്ടുള്ള ആൾ ഇവിടെ തന്നെ ഇരിപ്പുണ്ടെന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ആരാ ഗൂഗിള്, അതെന്താ നീ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ കൃഷി ചോദിക്കുമ്പോൾ, അത് മറ്റാരുമല്ല എൻ്റെ അപ്പ തന്നെയാണെന്ന രീതിയിലൊക്കെ പറയുമ്പോൾ ഞെട്ടിധരിക്കുക കേട്ടോ ചെയ്യുന്നത്. കൃഷിക്കാരനെ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല കൺമണിയാണ് വരുണിനെ എങ്ങനെ ചെയ്തതെന്നുള്ളത്. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.